ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൗസാണ്. കട്ടിങ് ബ്ലൗസ്, ക്രോസ് പീസ്, ലൈനിങ് കേട്ടോ. അപ്പോൾ ഇന്ന് പേപ്പർ പാറ്റേണിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യും, പിന്നെ നല്ല പീസ് കട്ട് ചെയ്യും. ആദ്യം പേപ്പർ പാറ്റേൺ. അപ്പോൾ ഇറക്കം 14.5 ഇഞ്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. 14.5 ഇഞ്ച്. ഷോൾഡർ 5.5 ഇഞ്ച്. ഒരു സൈഡാണ് പറയുന്നത് കേട്ടോ. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച്. ആം ഹോളിൻ്റെ ഇറക്കം 6 ഇഞ്ച്. നമ്മൾ വണ്ണം 37 ഇഞ്ചാണ്. നമ്മൾ 40 ഇഞ്ചിട്ടാണ് തയ്ക്കുന്നത്. അതിൻ്റെ 4 10 ഇഞ്ച്. പിന്നെ ഇവിടുന്ന് ഒരു ടക്ക് പോകുന്നുണ്ട് 10.5 ഇട്ടാണ് നമ്മൾ കിട്ടുന്നത്. പിന്നെ തയ്യൽ തുമ്പിന് ഇട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ 10.5 തുമ്പും അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ടക്ക് പോയിന്റ് 11 ഇഞ്ചാണ് ടക്ക് പോയിന്റ്. ഇവിടുന്ന് ഒരു 4 ഇഞ്ച് ടക്ക് പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പം ആ 4 ഇഞ്ച് തന്നെ ഇവിടെയും നമ്മൾ അടയാളപ്പെടുത്തി. അപ്പം അവിടുന്ന് ആ 4 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ ടക്ക് ഇടാനായിട്ട് അടയാളപ്പെടുത്തുന്നു. ഇങ്ങോട്ടേക്ക് നമ്മൾ ജോയിൻ്റ് ആക്കുവാണേ. ഇത് ടക്ക് പോയിന്റ്. കഴിഞ്ഞിട്ട് നമുക്ക് കൂടെ ഒരു വരയും കൂടെ കൊടുത്തേക്കാം. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 7 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. മേളിൽ 2 എടുത്തു. ഇവിടെ നമ്മൾ 2.5 എടുക്കുന്നുണ്ട്. താഴെ 2.5 എടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കും. അവിടുന്ന് നമ്മൾ ഒരു ഷേപ്പിനാണ് നമ്മൾ കഴുത്ത് വരയ്ക്കുന്നത്. ഇങ്ങനൊരു ഇവിടുന്ന് സ്വല്പം ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റി ഇങ്ങനെയാണ് ഒരു ഷേപ്പിന് കഴുത്ത് നമ്മൾ വരച്ചിട്ട് വൈഡായിട്ടുള്ള നെക്കാണ് വേണ്ടിയത്. പിന്നെ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇപ്പം നമ്മൾ ആം ഹോൾ വെച്ചു. ഇത് കഴിഞ്ഞ് വെച്ചു. തോൾ വീതി ഇത്രയും വേണ്ട, ഒരു 3.5 ഉണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ ഒരു 2.25 മതി. അപ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ ഇവിടെ കൊണ്ട് വേണമെങ്കിൽ ഒരു അകത്തേക്കൊരു സ്വല്പം വരയ്ക്കാം. പിന്നെ ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് മേളിലേക്ക്, താഴെ ഇറക്കമില്ല, ഏറ്റവും താഴെ നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയില്ല. അവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഇവിടെ നമ്മൾ മേളിലേക്ക് അടയാളപ്പെടുത്തി. അവിടുന്ന് അതിൻ്റെ നേർപകുതി ഒരു 3 ഇഞ്ചിൽ നമ്മൾ ഇങ്ങോട്ടേക്കുള്ള ടക്ക്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, അതായത് ഇവിടുന്ന് ഒരു ടക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ടക്ക് പോയിന്റിലേക്ക് വെച്ചു. ഇവിടെ നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ 2.5 അടയാളപ്പെടുത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും 2.5 അടയാളപ്പെടുത്തുന്നു.
ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു ഷേപ്പ്, ഈ ഷേപ്പ് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ ഈ ടക്ക് ഇത്ര ഇടുന്നത് കൊണ്ട് ഇവിടുന്ന് ഒരു സ്വല്പം കൂടെ ഇങ്ങോട്ടേക്ക് നീക്കി ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇത്ര ഒരു അര ഇഞ്ച്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കട്ടിങ് വരച്ചിരിക്കുന്നത്. ഇത്രയാണ്. അപ്പം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ പേപ്പർ പാറ്റേൺ വരച്ചു കഴിഞ്ഞു. അപ്പം നമ്മളിനി കട്ട് ചെയ്യാവേ. ഞാൻ ആദ്യം ഫ്രണ്ട് പീസാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിങ് വെട്ടാം. ഓക്കെ, നമ്മൾ ക്രോസ് പീസാണ് വെട്ടുന്നത്. അപ്പോൾ ക്രോസ് പീസ് ഇങ്ങനെ ഇട്ട് ആദ്യം ഞാൻ റഫായിട്ടൊന്ന് വരച്ചിട്ട് ലൈനിങ് ആണ് ആദ്യം വെട്ടുന്നത്. പിന്നെ ലൈനിങ് വെച്ചിട്ടാണ് നല്ല പീസ് വെട്ടുന്നത്. ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്കിനി ബാക്ക് പീസ് തുണിയിലാണ് കേട്ടോ വെട്ടുന്നത്. അപ്പം നമ്മൾ ബാക്ക് പീസ് വെട്ടാൻ പോകണം. അതിന് അടയാളപ്പെടുത്താം. ഷോൾഡർ 5.5 ഇഞ്ച്, നെക്ക് 2 ഇഞ്ച്, ആം ഹോള് 6 ഇഞ്ച്, ബാക്ക് നെക്ക് 10.5 ഇഞ്ച്. നമ്മൾ ഫുൾ ലെങ്ത് പറഞ്ഞില്ല അല്ലേ? ഫുൾ ലെങ്ത് 17 ഇഞ്ചിട്ടാണ് വെട്ടുന്നത് കേട്ടോ. 17 ഇഞ്ച് ഇവിടുന്ന് സ്കെയിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ ബാക്കിനൊക്കെ നമ്മൾ 10 എടുത്ത് ഇവിടുന്ന് ബാക്ക് നല്ല വൈഡായിട്ട് നിൽക്കേണ്ടി. ഇതുകൊണ്ട് ഒരു 3 ഇഞ്ച് അടിവശം ബാക്കിന് എടുക്കുന്നുണ്ട്. ഇത് 2 എടുത്ത് ഇത് 3. നല്ല വൈഡായിട്ടുള്ള നെക്ക് വേണം. ഇങ്ങനെ ഒരു ഷേപ്പ് കേട്ടോ. ഇത് നമ്മൾ 1 ഇഞ്ച് പിന്നെ വണ്ണം 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇവിടെ അടിവണ്ണം 34ആണ്. അതിൻ്റെ 4 8.5 അടയാളപ്പെടുത്തുന്നു. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇതാണ് നമ്മുടെ ബാക്ക് പീസ്
വരച്ചേക്കുന്നു. ഇനി നമുക്കത് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് നമ്മൾ സ്ലീവ് വെട്ടാൻ പോകണേ. സ്ലീവിന് 10 ഇഞ്ച് ഇറക്കം വേണം. 11 ഇഞ്ചിട്ട് നമ്മൾ വെട്ടുകയാണ്. ലൈനിങ് ആയതുകൊണ്ട് മുകളിലും താഴെ 1/2 ഇഞ്ച് വീതമാണ് ഇടുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു 3.5 ഇഞ്ചൊക്കെ താക്കുന്നത്. കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് വരയ്ക്കുന്നു. ഷേപ്പ്. പിന്നെ ഫ്രണ്ട് പീസിന് നമ്മൾ ഷേപ്പ്. ഇത് ഫ്രണ്ട് കൈക്ക്, ഇത് ബാക്ക് കൈക്ക്. വണ്ണം റിഗാണ്, ചുറ്റുംപാല 17 ഇഞ്ച് റിഗാള്. അടിവണ്ണം 6 ഇഞ്ച്. ഒരു 6.5 7 വണ്ണം. പിന്നെ ഇത് നമ്മൾക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം നമ്മൾ ഇതാണ് സ്ലീവ് വരച്ചേക്കുന്നത്. കട്ട് ചെയ്യട്ടെ. നമ്മുടെ കൈക്കുഴിയുടെ നമ്മൾ ഫ്രണ്ട് കൈക്കുഴി എടുത്ത് വെട്ടുകയാണ്. നമ്മൾ ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, സ്ലീവ് വെട്ടി. അപ്പം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് ആണ് ഇനി വെട്ടുന്നത്. കട്ടിങ് വെട്ടാൻ വേണ്ടി നമ്മൾ ബാക്ക് പീസിനോട് ചേർത്തിട്ട് ഇവിടുന്ന് ഇവിടുന്ന് താഴോട്ടുള്ള അളവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നമുക്ക് 4 ഇഞ്ച് വേണം കട്ടിങ്ങിന്. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യലും കൂടെ കൂട്ടി ഒരു 4.5 ഇഞ്ചാണ് നമ്മൾ ഈ വശത്ത് ഇടുന്നത്. 4.5 അവിടെ ഇടുമ്പം 3.5 ഇഞ്ചാണ് ഇവിടെ ഫ്രണ്ട് വശത്തിന് ഹുക്കുപടിയുടെ അളവ് വരുന്ന കട്ടിങ്ങിൻ്റെ വശം. നീളം 8.5 ഇഞ്ചാണ് അടിവണ്ണം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 10.5 ഇഞ്ച്. 4.5 ഇഞ്ച്. ഇപ്പം ഇവിടെ 4.5 എടുത്തപ്പോൾ ഇവിടെ 3.5 എടുത്തു. ഇനി ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാറ്റി ഇവിടെ ഒരു 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച്, ഇവിടെ ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇതിൽ ഉണ്ടാക്കും. ഈ ഷേപ്പാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഷേപ്പ്. ഫ്രണ്ടിൻ്റെ കട്ടിങ്ങിന് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഞാൻ വെട്ടുന്നത്. ഇത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ബാക്ക് പീസ് പടിയാണ് വെട്ടുന്നത്. ലൈനിങ്ങിലാണ് ഇതെല്ലാം വെട്ടുന്നത് കേട്ടോ. ബാക്ക് പീസ് പടിയ, ക്രോസ് പീസ് എല്ലാം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ് പടി, ക്രോസ് പീസ്.
നല്ല പീസ് വെട്ടാൻ പോകണം. ആദ്യം സ്ലീവ് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇനിയും ലൈനിങ് വെച്ച് നല്ല പീസ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ് ക്രോസ് ഇട്ട് വെക്കുകയാണ്. പിന്നെ കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പടിയാണ് വെട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ് കട്ടിങ്, സ്ലീവ്, ഹുക്ക് പടി, ഇത് ബാക്ക് പീസിൻ്റെ അടിപടി, ഇത് നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ്. ഇത്രേ ഉള്ളൂ. കട്ട് ചെയ്യാം.